മമ്മൂട്ടിയുടെ ദി കിങ് സിനിമയിൽ ഒരുപാട് ഇംഗ്ലീഷ് ഡയലോഗുകൾ ഉണ്ടായിരുന്നെന്നും തനിക്കതിൽ ചിലതിൻ്റെ അർത്ഥം പോലും കിട്ടാറില്ലെന്നും അസോസിയേറ്റ് ഡയറക്ടർ വാസുദേവൻ ഗോവിന്ദൻകുട്ടി ഡിക്ഷണറി നോക്കിയാണ് ചില വാക്കുകളുടെ അർത്ഥം കണ്ടുപിടിക്കുന്നതെന്നും രഞ്ജി പണിക്കർ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത വാക്കുകളാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചതെന്നും അദ്ദേഹം പറയുന്നു. മാസ്റ്റർ ബിന്നിന് നൽകിയ അഭിമുഖത്തിൽ ഈ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു വാസുദേവൻ ഗോവിന്ദൻകുട്ടി. ബോംബ് സ്ഫോടനവും ബഹളവും കാര്യങ്ങളും ഒക്കെയുള്ള സിനിമയാണിത്. ഡയലോഗിൻ്റെ ഒരു അയ്യര് കളിയുള്ള പടം. അതിൽ ഒരുപാട് ഇംഗ്ലീഷ് ഡയലോഗുകൾ ഉണ്ടായിരുന്നു. എനിക്കതിൽ ചിലതിൻ്റെ അർത്ഥം പോലും കിട്ടില്ല. പ്രോംപ്റ്റ് ചെയ്യാൻ വേണ്ടി ഡിക്ഷണറി വെച്ച് നോക്കിയാണ് അർത്ഥം കണ്ടുപിടിക്കുന്നത്. രഞ്ജി പണിക്കർ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത വാക്കുകളാണ് സിനിമയിൽ ഉപയോഗിച്ചത്. ഓരോ ദിവസവും എടുക്കേണ്ട സീനുകൾ രാവിലെ മാത്രമേ കിട്ടുകയുള്ളൂ. രാത്രി ആളിരുന്ന് എഴുതിയിട്ട് രാവിലെ തരും. അത് നമ്മൾ കോപ്പി എടുത്ത് ആർട്ടിസ്റ്റുകൾക്ക് വായിച്ചു കൊടുക്കുകയാണ് ചെയ്യുക, വാസുദേവൻ ഗോവിന്ദൻകുട്ടി പറഞ്ഞു. 1995 ദീപാവലിയിൽ റിലീസായി 200 ദിവസത്തിലധികം തിയേറ്ററുകളിൽ ഓടുകയും ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുകയും ചെയ്ത ചിത്രമായിരുന്നു ദി കിങ്. ചിത്രത്തിൽ മമ്മൂട്ടിയായിരുന്നു നായകൻ. ഈ പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രത്തിൽ ജില്ലാ കളക്ടർ ജോസഫ് അലക്സ് IAS എന്ന കഥാപാത്രമായിട്ടായിരുന്നു മമ്മൂട്ടി എത്തിയത്. ഷാജി കൈലാസിന് വേണ്ടി ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയത് രഞ്ജി പണിക്കറായിരുന്നു.